കടന്നു പോയിക്കോ എന്റെ കൺമുമ്പിന്ന്. മേലാൽ എന്റെ കൺവെട്ടത്ത് കാണരുത് നിന്നെ. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്നോട് ചേച്ചി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് സംഭവിച്ച എന്താണെന്നറിയണം. എനിക്കൊന്നും അറിയണ്ട. നിന്റെ വാക്ക് വിശ്വസിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിയതാ ഞാൻ. ഹോട്ടൽ പഞ്ചരത്നം എന്റെ കൈവെള്ളയിൽ ഇരിക്കുമെന്ന് മോഹിച്ചതാ. എല്ലാം നശിപ്പിച്ചില്ലേ? എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചില്ലേ നീ? പക്ഷെ ഒന്നും നടക്കാതെ വന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? പിന്നെ ആരുടെ കുറ്റം? പാചകക്കാരൻ ചതിച്ചതാണോ? അല്ല, അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തേനെ. അപ്പോഴല്ലേ അവൻ കയറി വന്നത്. ആര്? ആരാവൻ? അത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ചിട്ട് എന്താ കാര്യം? ഈ രഹസ്യം അവൻ എങ്ങനെ അറിഞ്ഞു? അതാ എനിക്കറിയേണ്ടത്. നമ്മൾ മാത്രം മനസ്സിൽ സൂക്ഷിച്ച ഒരു കാര്യം മറ്റൊരാൾ എങ്ങനെ അറിഞ്ഞു? അത് എനിക്കും മനസ്സിലാവുന്നില്ല ചേച്ചി. എനിക്ക് തോന്നുന്നത് ആ പാചകക്കാരന്റെ വായിന്ന് എങ്ങനെയോ ചോർന്നു പോയിട്ടുണ്ടാകും ആ രഹസ്യം. എന്നാലും തക്ക സമയത്തൊന്ന് രക്ഷിക്കാൻ പഞ്ചരത്നത്തിന് ആരാണോ? എന്താ പഞ്ചരത്നത്തിൽ എന്ത് സംഭവിച്ചു? ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മക്കൾക്ക് ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. ആരാവൻ? എന്താ അവന് നിങ്ങളുടെ മക്കളോട് ഇത്രക്കിഷ്ടം? എന്തിനും പോന്ന 5 എണ്ണം അല്ലേ ഉള്ളത്? കണ്ണും കയ്യും ഒക്കെ കാണിച്ച് കണ്ടവനെയൊക്കെ കടയിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടാവും. നീ എന്താ ഈ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിള്ളേരെ ഒരു പാഠം പഠിപ്പിക്കാനായി നീയും ഇവനും കൂടി എന്തോരം ഏർപ്പാട് ചെയ്യുന്നു മാത്രമല്ലേ പറഞ്ഞുള്ളൂ? അല്ല, ആ ഹോട്ടലും വസ്തുവകകളും നമുക്ക് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മൂത്ത മോളുണ്ടല്ലോ, ചത്തുപോയ അമ്മയ്ക്ക് പകരം നിൽക്കുന്നവള്, അവളെ ദേ ഇവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്നും ഞാൻ പലവട്ടം പറഞ്ഞതാ. ഞാൻ കണക്കൂട്ടിയതുപോലെ വരുവായിരുന്നറിയ. അപ്പോഴാ രക്ഷിക്കാനും പരിരക്ഷിക്കാനും ഒരുത്തനിടയ്ക്ക് വന്ന് കയറിയത്. അതാരാ അങ്ങനെ ഒരാള്? അതെ, അതാരാ അങ്ങനെ ഒരുത്തൻ? എനിക്കതറിയണം മഹേന്ദ്ര. അത് കണ്ടുപിടിക്കണം. ആ 5 പെമ്പിള്ളരും വിഷവിത്തുകളാ. ആരെ കൂട്ടുപിടിച്ചും എന്ത് ചെയ്യാനും അവർക്ക് മടിയില്ല. നശിച്ച് കെട്ടുപോകണമെന്നേ ഇതുവരെ വിചാരിച്ചിട്ടുള്ളൂ. ചത്ത് കെട്ടുപോകണമെന്ന് ഇപ്പോഴാ ആഗ്രഹിക്കുന്നത്.